നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. വേനൽക്കാലമൊക്കെ മാറി നമ്മൾ മഴക്കാലത്തിലേക്ക് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഋതുസന്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഋതുസന്ധി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഋതുവിൽ നിന്നും മറ്റൊരു ഋതുവിലേക്ക് മാറുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഋതുസന്ധി എന്ന് പറയുന്നത്. അപ്പം സാധാരണ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടിയൊരു സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ഉണ്ടായ പോലെ തന്നെ മഴക്കാലത്തും പല പകർച്ചവ്യാധികളും പല സ്കിൻ ഇൻഫെക്ഷൻസും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും പനി, ജലദോഷം, ചുമ അങ്ങനെയുള്ള പല പല അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് നമ്മുടെ ഈ മഴക്കാലം അല്ലേ. ഇനി കുറച്ച് നാളുകൾക്കകം തന്നെ സ്കൂള് തുടങ്ങുകയായി. സ്കൂള് തുടങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞു മക്കൾക്ക് അലർജി, ചുമ, പിന്നെ ജലദോഷം, പനി ഇതുപോലെ പല പ്രശ്നങ്ങൾ വരാനും അതുപോലെ തന്നെ കാലിൽ ചൊറിച്ചിൽ, പുഴുകടി അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, തൊഴിലുറപ്പിന് ജോലി ചെയ്യുന്ന ആളുകൾ, പാടത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, പുറമേയുള്ള പുറമ്പോക്ക് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കാലിൽ അലർജി, ഇൻഫെക്ഷൻസ്, പുഴുക്കടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് മഴക്കാലം. കരുതിയിരുന്ന് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ജീവിതചര്യയിലും നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഈ മഴക്കാലം ആസ്വദിച്ച് രോഗങ്ങളുടെ പിടിയിലൊന്നും അകപ്പെടാതെ തന്നെ നല്ല ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലം ഈർപ്പമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ പുകയ്ക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴവെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകുന്നുണ്ടോ, കൊതുക് മുട്ടയിടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചിരട്ടകൾ, ഒഴിഞ്ഞ ടിന്ന്, പാട്ട അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീടിന് ചുറ്റും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ള സൺഷെയ്ഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലോ കരിയിലകൾ കൂടിക്കിടക്കുന്നുണ്ടോ, അത് കൊണ്ട് തന്നെ ജലം കെട്ടിക്കിടന്ന് മലിനമായ ജലമുണ്ടോ, അതിൽ ഇതുപോലെ കൊതുകൾ പെരുകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് നമ്മുടെ ഭക്ഷണം. മഴക്കാലത്ത് എപ്പോഴും അപ്പോൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ മിച്ചം വെച്ച ഭക്ഷണമോ ഫ്രിഡ്ജിൽ നേരത്തെ വെച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണം, പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചത് രാത്രി വീണ്ടും തിളപ്പിച്ച് കഴിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാടെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ വെള്ളത്തിൽ ആ ഒരു സമയത്ത് തന്നെ ഫ്രഷായി കുക്ക് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് ദഹന സംബന്ധമായ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ഏറെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അമിതമായി എരിവ്, പുളി, പിന്നെ ദഹിക്കാൻ ഒരുപാട് താമസിക്കുന്ന രീതിയിലുള്ള നെയ്യ്, എണ്ണ കലർന്ന ഭക്ഷണമൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് വെച്ചാൽ കുടിവെള്ളത്തിനെ കുറിച്ച് പറയാം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്കൂളിൽ പോകുന്ന കുഞ്ഞു കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന ആളുകളും വീട്ടിലിരിക്കുന്ന ആളുകളും എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിക്കുന്ന സമയത്ത് മല്ലിയോ ചുക്കോ ഇടുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ദേഹത്തൊക്കെ ചില സമയത്ത് ഡ്രൈ സ്കിന്നുള്ള ആളുകളിലൊക്കെ കണ്ടുവരും. ചില സമയത്ത് ശരീരം മുരിച്ചിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെറുതായി എണ്ണ, ഏതെങ്കിലും വെളിച്ചെണ്ണയോ അങ്ങനെ ഏതെങ്കിലും ചെറുതായിട്ടുള്ള എണ്ണ ഉപയോഗിച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. കുളിച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും. ഇതുപോലെ തന്നെ ഈ ഒരു സമയത്ത് സ്കൂൾ കുട്ടികളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോട് നമ്മൾ പറയണം. ഇതിൽ കളിക്കുകയാണെങ്കിൽ സ്കിൻ അലർജി, പുഴുക്കടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ചില സമയത്ത് അതിൽ ചില ഇഴജന്തുക്കളോ അല്ല മറ്റു പ്രാണികളോ ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾ കളിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അവരെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇതുപോലെ ജലം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ വൈദ്യുതി കമ്പികളൊക്കെ പൊട്ടിക്കിടക്കാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുഞ്ഞു മക്കളോടൊക്കെ നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല വൈദ്യുതി ഉപകരണങ്ങൾ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ദയവ് ചെയ്ത് കുട്ടികളെ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യിക്കണം. കുട്ടികളെ കൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കൊണ്ടുവരികയും നമ്മുടെ ആഹാരത്തിലും നമ്മുടെ ചര്യയിലും ഒക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ
ഈ മഴക്കാലത്ത് നമുക്ക് അസുഖങ്ങളുടെ പിടിയിലൊന്നും അകപ്പെടാതെ തന്നെ സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മഴക്കാലം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.